Good evening, everyone. എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ ജൂഡ് എന്നോട് ഈ കഥ പറയുമ്പോൾ എനിക്കതൊരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നിയത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോളിഡ് കഥയാണ്. രണ്ടാമത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ, നമ്മൾ ഇത്രയും വർഷം എന്താ നെഞ്ചിലേറ്റ് ലാലേട്ടന്റെ മോളുടെ തുടക്കം. ഇതിലും ആപ്റ്റായിട്ടൊരു സ്ക്രിപ്റ്റ് അതിന് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ആൻഡ് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ജെന്യുവൻ ആയിട്ടാണ് വിസ്മയ ആ റോള് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ ജൂഡ് എന്നെ ഇപ്പൊ വന്ന് സ്റ്റേജിൽ കയറി. ബട്ട് ഐ തിങ്ക് ദർസ് ജെന്യുവിനിറ്റി, ദർസ് എ ഏർണസ്റ്റ് ആൻഡ് ഓണസ്റ്റ്നെസ് ഇൻ എവറി ഫ്രെയിം. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. ഞാൻ ആ കണ്ടപ്പോ തൊട്ട് ആ കുട്ടി എന്ത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു റിയഷുറൻസ് ആയിരുന്നു ഈ സിനിമ. ആൻഡ് വിസ്മയ, യു ഹവ് ഡൺ എ ഫാബുലസ് ജോബ്. ഐ വാണ്ട് എവരിബഡി ടു വിറ്റ്നസ് ദാറ്റ്. അതുപോലെ തന്നെ ആശിഷ്, അതും ഞാൻ പറയുന്നില്ല. ഐ ജസ്റ്റ് വാണ്ട് ഓൾ ഓഫ് യു ടു വാച്ച് ദ ഫിലിം. അഗൈൻ ഒരു ജനറേഷൻ നെഞ്ചിലേക്ക് ലാലേട്ടന്റെ സിനിമ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു പുതിയ ജനറേഷൻ, എല്ലാ ജനറേഷനും ഒരു തുടക്കം വേണം. അങ്ങനെ ഒരു മനോഹരമായ തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതില് ജൂഡിന്റെ ത്രൂ ഔട്ട് ഈ പടത്തില് ജൂഡ് ഒരു സ്ട്രിക്റ്റ് ടാസ്ക് മാസ്റ്ററാണ്. ഒരു സീനില് പോലും ജൂഡ് രാത്രി വിളിച്ച് ജൂഡിന്റെ ഒരു നാഗിങ്ങും ഒരു കോൺസ്റ്റന്റ് എന്താ പറയുക പ്രോഡക്റ്റ് നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ജൂഡ് ഫോർ ദാറ്റ്. കാരണം മറ്റു പ്രോജക്ട്സ് നടക്കുമ്പോൾ യു ഹാവ് ദ പേഷ്യൻസ് ആൻഡ് ദ വില്ലിംഗ്നെസ് ടു സിറ്റ് വിത്ത് മീ. അത് ഞാനും ഇത്തിരി ഒരു പെർഫെക്ഷനിസ്റ്റ് ആഗ്രഹിക്കുന്ന ആളാണ്. ജൂഡ് അതിനേക്കാട്ടും കൂടുതലുള്ളതാണ്. സോ അങ്ങനെ വന്നപ്പോൾ ഐ തിങ്ക് യു ഗിവൺ അവർ ബെസ്റ്റ്. വിഷ്ണു ഇസ് ഹിയർ. വിഷ്ണു, ഞങ്ങൾ കുറെ പടങ്ങളായിട്ട് വിഷ്ണുവിടെ സൗണ്ട് ഡിസൈൻ ആയി മിക്സ് ചെയ്യുന്നു. അവനും 100%. ഞങ്ങൾ മിക്സിന് പോകുമ്പോൾ ഒരു കറക്ഷനും ഇല്ലായിരുന്നു. ലിറ്ററലി പടം കണ്ടു ഇറങ്ങി. അത്രയും എഫേർട്ട് വിഷ്ണു ഇട്ടിട്ടുണ്ട്. ചമൻ couldn't be here. Akhil and everybody else who's been part of this movie. I consider this as my absolute privilege to be part of the beginning of these two young artists, and I hope the best for the film. Thank you so much. Hello, നമസ്കാരം. ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ വന്ന് സംസാരിക്കാൻ അതിൽ ഒരുപാട് സന്തോഷം. ഈ മൂവിയുടെ പാർട്ടാവാൻ പറ്റിയതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ജൂഡേട്ടനോട് ഇതിന് മുമ്പ് വർക്ക് ചെയ്തത് 2018-ലാണ്. വീണ്ടും എനിക്കൊരവസരം തന്നതിന്, അതും ഇത്ര വലിയ ലെജൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ കൂടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. Working experience was really nice. Thank you so much, entire team. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കഴിഞ്ഞ വർഷം എനിക്ക് പറയുന്ന പോലെ പ്രണവിനൊപ്പം ഒരു നല്ല വേഷം ചെയ്യാൻ പറ്റി. തൊട്ട് അടുത്ത് തന്നെ ഇപ്പോൾ വിസ്മയോടൊപ്പം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. കൂടെ സഹായിച്ചേട്ടൻ, അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരോടൊപ്പം എന്നെയും കൂടെ ജൂഡ് സാറ് കൂടെ നിർത്തി. പിന്നെ ലാൽ സാറിനോടെയൊക്കെ എനിക്ക് ഈ ഫ്രണ്ട്സ് നിൽക്കാൻ എനിക്കൊരു ടെൻഷനുണ്ട് സാർ. ഞാൻ ചെയ്തിട്ടില്ല, വേറെ കൂടെ അഭിനയിച്ചിട്ടില്ല, അത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ അവിടുന്ന് കുടുംബത്തിൽ നിന്ന് 2 പേരായി. അപ്പോൾ ഇങ്ങനൊരു സിനിമയിലേക്ക് കൂടെ ചേർത്ത് നിർത്തിയതിൽ വളരെ സന്തോഷമുണ്ട് സാർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും അപ്പം ഞങ്ങളെ ഒരു അനുഗ്രഹിക്കണം. നല്ലൊരു വിജയത്തിന് എല്ലാവരും ഒപ്പം നിൽക്കണം. അനുചര ഓക്കെ. അപ്പോൾ 2 പേർക്കും ഓക്കെ, നിങ്ങളും കയറി. ഓക്കെ. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ആളാണ് മായ ചേച്ചി. ആൻഡ് മായ ചേച്ചിയുടെ കൂടെ മായ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ റോള് ചെയ്യാനും മായ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്യാനും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. ആൻഡ് താങ്ക് യു സോ മച്ച് സജികുഞ്ഞമ്മ ഫോർ സജസ്റ്റിംഗ് മീ ഫോർ ദിസ് റോൾ ആൻഡ് ഫോർ ദ ഡബിങ്. ആൻഡ് ജൂഡ് ചേട്ടനോടും ആന്റണി ചേട്ടനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബിക്കോസ് യു ഗേവ് മീ എ ചാൻസ്. എനിക്കത് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് അതിന്. ഐ താങ്ക് ദ ഹോൾ ടീം ബിഹൈൻഡ് ദിസ് ആൻഡ് ഐ റിയലി ഹോപ്പ് ദിസ് മൂവി ഈസ് എ ഗ്രേറ്റ് സക്സസ്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ മായ ചേച്ചി ഇത് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം യൂഷ്വലി നോബഡി ഡസ് ദാറ്റ്. And I'm really happy that you spoke for me. And എനിക്ക് മായ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇറ്റ് വാസ് such a big dream for me. അത് തന്നെയാണ് എല്ലായിടത്തും പറയുന്നല്ലേ, ഒരാളും ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ക്രെഡിറ്റ് കൊടുക്കുക, ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ. താങ്ക് യു സോ മച്ച്. ഇന്ന് എൻജോയ് കാണിക്കുന്നത് ഭയങ്കര സന്തോഷം.
സ്വപ്നമാണ്. അത് നടന്നതിൽ ദൈവത്തിനോട് വലിയ നന്ദി പറയാനാണ്. ലാൽ സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഭയങ്കര സ്വപ്നമായിരുന്നു. എനിക്ക് ജൂഡ് സാറിനോട് നന്ദി പറയുന്നതിൽ ആദ്യം പറയേണ്ടത്, അതിന് മുമ്പ് ജൂഡ് സാറിൻ്റെ വൈഫിനോടാണ്. ചേച്ചിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് സിനിമയിലേക്ക്. അപ്പൊ ചേച്ചിയോട് എന്നെ ആദ്യത്തെ നന്ദി പറയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും ചേച്ചി ഉണ്ടാകും. അപ്പൊ പിന്നെ ജൂഡ് സാറ്, ബോബിച്ചേട്ടനാണെങ്കിലും ആശിഷ്, മായ, എല്ലാവരും, സഹിച്ചേട്ടനുണ്ട്, എല്ലായിടത്തും എന്താ പറയാ ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെ വലിയൊരു ടീമിനകത്ത് വന്ന് നിന്ന് പെർഫോം ചെയ്യുകയാണ് അല്ലെങ്കിൽ അഭിനയിക്കുകയാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ലാതെ എന്നെ ഇതിനകത്തേക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടു നടന്നത് ഇവരെല്ലാവരുമാണ്. അതിന് എല്ലാവരോടും ഭയങ്കരമായിട്ട് നന്ദി പറയാണ്. താങ്ക് യു. നീ പറഞ്ഞാൽ വീണു. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമസ്കാരം. എന്താ പറയുക, ഞാൻ ഇതിന്റെ പൂജയ്ക്ക് ഞാൻ സംസാരിക്കാൻ ഈ സ്റ്റേജിലോട്ട് വിളിച്ചപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ലാൽ സാറിന്റെ ഒപ്പം ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ട്. പക്ഷേ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് വിറയിലാണ്. അങ്ങനെ തുടക്കം തിയേറ്ററിലെത്തുകയാണ് 7-ാം തീയതി. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാൽ സാറും സുചേച്ചി, അവരുടെ പ്രിയമാണ് മായക്കുട്ടിയുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട അനുചേട്ടൻ, ശാന്തിച്ചി, അവിടെ ഞങ്ങളെല്ലാവരും പ്രിയ സ്നേഹത്തിൽ വിളിക്കുന്ന ജോഗു, ഇവർ രണ്ടുപേരുടെയും തുടക്കമാണ്. ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്തൊരു സിനിമയാണ്, പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് രണ്ടുപേരും. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. തുടക്കം രണ്ടുപേർക്കും ഒരു ഗംഭീര തുടക്കമാകട്ടെ. ഇതിലോട്ട് എന്നെ ക്ഷണിച്ച ജൂഡ് സാറിനും ആൻജിയേട്ടനോടും ലാൽ സാറിനോടുള്ള എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു നിമിഷം നിജിലയാക്കി. പക്ഷെ നെൽജയ്ക്ക് നല്ലൊരു കാര്യം കൊടുക്കണം പ്ലീസ്. നെൽജ, ഹൗസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ദിസ് മൂവി പ്ലീസ്? താങ്ക് യു സോ മച്ച്. ഞാൻ തന്നെ വന്ന് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു നിൽജയാണെന്ന്. സോ അങ്ങ് ഗസ് ചെയ്തു, അക്ഷരങ്ങൾ മാറിപ്പോയതായിരിക്കും എന്നോർത്ത് ഗസ് ചെയ്ത് എഴുന്നേറ്റ് വന്നതാ. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. എനിക്ക് തുടരും സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റി. ആൻഡ് തുടക്കം സീനിൽ എനിക്ക് വിസ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ആൻഡ് താങ്ക് യു ജൂഡേട്ട, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. എനിക്ക് ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫോൺ കോൾ വന്ന് ജൂഡ് ആന്റണി കോളിംഗ്. സാറാസിൽ ഞാൻ ജൂഡേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വന്ന് നമുക്കൊരു പരിപാടി ചെയ്താലോ, ഒന്ന് വരുന്നോ, ഒന്ന് ചോദിച്ചൊരു മൊമെന്റ്, ആ ഒരു എനർജി, അത് നമുക്ക് സെറ്റിലും ഭയങ്കര ത്രൂ ഔട്ട് ആ ഒരു ജൂഡേട്ടൻ്റെ ഒരു എനർജി ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒത്തിരി 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 താങ്ക്സ്. ജോക്കുവിനും വിസ്മയ്ക്കും ഇതൊരു അടിപൊളി സൂപ്പർ തുടക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം ഒരു അടിപൊളി സിനിമയായിരിക്കും. എല്ലാവരും ട്രെയിലർ കണ്ട് ആൻഡ് സിനിമ കാണാൻ 7-ാം തീയതി തൊട്ട് തിയേറ്ററിലേക്ക് എത്തിക്കോളൂ. താങ്ക് യു. ലാലേട്ട നമസ്കാരം. ചേച്ചി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 1986 കാലഘട്ടത്തിൽ കോട്ടയം വഴി ഞാനും ഈ അജുവും, ഇന്ന് അജു ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടന്നൊരു കാലമുണ്ട്. അന്ന് പോലെ ലാലേട്ടൻ്റെ അതിഭയങ്കര ഫാനാണ് ഞാൻ. അപ്പൊ 90-ലൊക്കെ സിനിമയിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ലാലേട്ടൻ്റെ ഒരു സിനിമ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത്. മമ്മൂക്കയുടെ കൂടെ തളപതിയിലൊക്കെ അഭിനയിച്ചു. പക്ഷെ 2000 എത്തി അത് സാധിക്കാൻ, രാവണ പ്രഭുവിലൂടെ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനോട് ഏകദേശം 18 സിനിമ ചെയ്തു. പ്രണവ് സിനിമയിലെത്തിയപ്പോൾ ഞാൻ ഓർത്തു, പ്രണവിൻ്റെ കൂടെ ഒരു സിനിമ കിട്ടിയെന്ന് കൊള്ളാം. ലാലേട്ടനോട് അഭിനയിച്ചതല്ലേ. പക്ഷെ പ്രണവിൻ്റെ ആയുധപ്പടത്തിലില്ല, ഇത് വിളിച്ചില്ല. അതിൻ്റെ റോളൊന്നും കാണില്ല ഉണ്ടായി. എനിവേസ് ആ പടം സൂപ്പർ ഹിറ്റായി. പിന്നെ അതിനുശേഷമുള്ള ഒരു സിനിമയിൽ പ്രണവിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു. വിസ്മയ ഒരിക്കലും സിനിമയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിസ്മയുടെ വേറൊരു റൂട്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ വിസ്മയ സിനിമയിലെത്തിയപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളുടെ കൂടെ, അത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബത്തിലെ 3 അംഗങ്ങളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ഈ അവസരം എനിക്ക് ഒരുക്കുന്ന ജോഡിനോട് ഒരുപാട് നന്ദി. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ക് ആന്റണി, ഒരുപാട് സന്തോഷം. ആന്റണി കുടുംബത്തിലെ അല്ലെങ്കിൽ ആശീർവാദിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ. ആശീർവാദിന്റെ ഏകദേശം 7-8 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തുടക്കം അതിഗംഭീരമാണ്. ആശിഷ് കലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില സീനൊക്കെ കണ്ടു. വിസ്മയ അസൽ ഇന്റർവ്യൂലൊക്കെ എന്താ പോപ്പുലാരിറ്റി, ഭയങ്കര കലക്കി കേട്ടോ. ഇന്റർവ്യൂവിൽ തന്നെ സൂപ്പർ ഹിറ്റാണ്. ഇപ്പോൾ ഇനി പടം ഇറങ്ങി അതിന്റെ അപ്പുറത്ത് ഹിറ്റായിരിക്കും കേട്ടോ. ഇപ്പൊ രണ്ടുപേർക്ക് ഏറ്റവും വലിയ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താണ് ഇവിടെ പറയേണ്ടതെന്നുള്ളതാണ് എനിക്കറിയാത്തത്. കാരണം ലാൽ സാറിൻ്റെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മായയുടെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു. ഇനി അപ്പുവിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കാനുള്ളത്. പിന്നെ അതിലുപരി എനിക്ക് ആൻ്റണിയുടെ മകൻ എന്ന് പറയുന്നത് നമ്മളുടെ മകൻ തന്നെയാണ്. നല്ല ആർട്ടിസ്റ്റാണ്. മായയുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ബ്ലഡ് അതാണ്. അത് കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ തന്മയത്വത്തോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, സത്യത്തിൽ മായ അഭിനയിക്കുന്നതായിട്ട് തോന്നൂല, ബിഹേവ് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ പറയുന്നത്, എല്ലാ ആശംസകളും നേരെയാണ്. 7-ാം തീയതി തിയേറ്ററിലെത്തുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ തുടക്കം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ആന്റണി, ലാൽ സാർ, ജൂൾ മുതലാളി, മറ്റേ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പേടിയാവണം. 2025 എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നല്ല വർഷമായിരുന്നു. അത് ലാൽ സാറിൻ്റെ കൂടെയുള്ള ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ എനിക്ക് വരാൻ പറ്റി ഈ കുടുംബത്തിലേക്ക്. പിന്നെ അപ്പുവിൻ്റെ ഒപ്പം ടീച്ചറെ ചെയ്തു, പിന്നെ മായയുടെ ഒപ്പം. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മായയ്ക്കും ജോക്കുവിനും ഭയങ്കര സന്തോഷം ഇവരൊക്കെ ഒപ്പം ചെയ്യാൻ പറ്റിയാലും. ഇപ്പം ലാൽ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തു, അതിമനോഹരം. എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കൈയടിച്ച് പറഞ്ഞു വിട്ടു. അപ്പം എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേരുന്നു. 7-ാം തീയതിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ലാൽ സാറിൻ്റെ ഏറ്റവും വലിയ ഫാനാണ് എൻ്റെ ഹസ്ബൻഡ്. അവരുടെ കുറേ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അവരെല്ലാം ലാൽ സാറിൻ്റെ ഓരോ സിനിമകളിലെ മക്കൾക്ക് പേരിട്ടിരിക്കുന്ന ലാൽ സാറിൻ്റെ സിനിമകളിലെ പേരാണ്. അതായത് എൻ്റെ മോൻ്റെ പേര് കാശിനാഥൻ എന്നാണ്. അപ്പം അത്രയ്ക്ക് വലിയ ഫാനാണ് അവരെല്ലാവരും. അപ്പം താങ്ക് യു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് ശരിക്കും അറിയില്ല, നല്ല ടെൻഷനിലാണ്. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഒരുപാട് നമ്മുടെ 17 വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയം മുതൽ ശരിക്കും ഒന്ന് മനസ്സ് ഇവിടം വരെ, ഈ നിമിഷം വരെ ഒന്ന് ഓടിപ്പോയി. അത് വല്ലാത്ത ഓട്ടങ്ങളൊക്കെ ഓടി, സന്തോഷവും ഒരുപാട് യാത്ര ചെയ്തു. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. കാരണം ഞാൻ പ്രണവിൻ്റെ അപ്പുവിൻ്റെ സിനിമയും ഇതുപോലെ ഒരു ദിവസം ആദ്യത്തെ ഒരു സിനിമ ജിത്തുവും ഞാനുമായിട്ട് ഇതുപോലെ ഞങ്ങൾ തുടങ്ങി. ദൈവം ഒരുപാട് അതിന് ഭാഗ്യം തന്നു. അത് എന്താ പറയുക, ഇപ്പോഴും ആ സന്തോഷം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു ആ സമയത്ത്. പിന്നീട് ഇങ്ങനെ ഒരു ദിവസം മായ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കും എന്നുള്ളൊരു ചിന്തയൊന്നും എൻ്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല. അത് വളരെ യാദൃശ്ചികമായിട്ട് അങ്ങനെ മുൻപ് 2-3 വർഷം മുൻപ് അങ്ങനെ ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മളതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ ചേച്ചിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് ചേച്ചിയാണ്. ചേച്ചിയുടെ ഒരു സപ്പോർട്ടോടു കൂടി ആഗ്രഹത്തോടു കൂടി എന്ന് ഞാൻ പറയുന്നില്ല, മായയുടെ ആഗ്രഹത്തിന് ചേർന്ന് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയും അത് ജൂഡായിട്ട് സംസാരിച്ചപ്പോൾ ശരിക്കും മായയെ അത്ര കംഫർട്ടായിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള. അപ്പം ഞാൻ ജിത്തുമായിട്ട് അപ്പുവിനെ വെച്ച് സിനിമ ചെയ്യുമ്പോഴും അതേപോലത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന പോലെ ഒരാളായിരിക്കണം എന്ന് തോന്നി. അത് അന്ന് ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം ജിത്തുവുമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അതിനുശേഷം ജൂഡുമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ
വളരെ ഇങ്ങനൊരു സദസ്സിൽ ജൂഡിനോട് ഒരു വാക്കേ പറയാനുള്ളൂ. അത്രയും ജൂഡ് മായയെ അത്രയും കംഫർട്ട് കൊടുത്ത് ഈ സിനിമയിലേക്ക് ആദ്യം മുതൽ ഈ നിമിഷം വരെ കൊണ്ടുവന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിയായി നന്ദി പറയാം. അതിയായി സന്തോഷമുണ്ട്. അപ്പോൾ ആശീർവാദ് സിനിമാസിനെ, മോഹൻലാൽ സാറിനെ, എന്നെയെല്ലാം അത്രയും സ്നേഹിച്ച മലയാളികൾ അപ്പൂനെ സ്നേഹിച്ച പോലെ മായയെയും സ്നേഹിക്കണം, അനുഗ്രഹിക്കണം, എല്ലാ ആശീർവാദങ്ങളും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ തുടക്കം എന്ന സിനിമയിൽ എൻ്റെ മകനും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും മനസ്സിലതിയായിട്ട് ഞാൻ സൂക്ഷിക്കുന്നതാണ്. കാരണം മായ അഭിനയിക്കുന്ന ആ സിനിമയിൽ തന്നെ എൻ്റെ മകനും ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ കുടുംബം മോഹൻലാൽ സാറും ചേച്ചിയൊക്കെ ഞങ്ങളെ എങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഞങ്ങളുടെ മക്കളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോളും ഇവിടെ ഉണ്ട്. അപ്പം ആ സന്തോഷം അതിയായിട്ട് അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം നിന്ന് എന്നോട് സഹകരിച്ച എല്ലാ സംവിധായകർ, നടന്മാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇന്ന് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. അവരെല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നുണ്ട്, അവരോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. എങ്ങനെ ആ ഒരു അല്ല, അത് ശരിക്കും ഇത് നമ്മൾക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരാളായതുകൊണ്ടും ആ വേഷം അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ നമുക്കങ്ങനെ ശരിക്കും കാണുമ്പോൾ അങ്ങനെ പ്രത്യേകതകളൊന്നും തോന്നിയില്ല. കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ മായനെയൊക്കെ കാണുന്നത്, എൻ്റെ മകനെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഏറ്റവും സന്തോഷം തരുന്നു. അത് ദൈവമേ എല്ലാ അനുഗ്രഹവും അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 9 വർഷം പുറകോട്ട് പോവാണ്. അന്ന് തിരുവനന്തപുരത്തായിരുന്നു. ഡിസംബറിൽ അപ്പൂൻ്റെ ആദിയുടെ ഇതേപോലെ ഒരു ലോഞ്ച്. ജീവിതത്തിൽ ഒട്ടേറെ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ച ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ജൂനിയർ കാണുമ്പോൾ തന്നെ ടെൻഷനൊന്നുമില്ല. യു ആർ സോ കോൺഫിഡൻറ്റ്, ഐ നോ യു. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാനും നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിനകത്ത് ലാൽ സാറിൻ്റെ മോള് വിസ്മയ വരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജോക്കു, ആശിഷ്, ജോക്കു എന്നുള്ള എല്ലാവർക്കും അറിയില്ലായിരുന്നു. എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയെങ്കിലും ഒന്ന് 7-ാം തീയതി ആയാൽ മതി എന്നുള്ളൂ. കാരണം വിഷ്വൽസ് കുറച്ച് വിഷ്വൽസ് എനിക്ക് പുറത്ത് വിട്ടിട്ടുള്ളൂ. അതിൻ്റെ എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എനിവേ, എനിക്ക് കഥയെക്കുറിച്ചും വലിയ ധാരണയില്ല. എനിക്കത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇല്ലായിരുന്നു. കാരണം എനിക്കത് ആ ഫ്രഷ് ഫീലിങ്ങിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ എനിക്ക് സ്കൂളിൽ പറയുന്നില്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടു, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എനിവേ, എന്താ പറയുക, മലയാളത്തിലേക്ക് 2 പുതിയ മുഖങ്ങളുടെ തുടക്കമാണ്. ആ തുടക്കം ജൂഡ് ആന്റണി എന്ന് പറയുന്ന ആ ഫിലിം മേക്കറുടെ കയ്യിൽ ഭദ്രമാണെന്നുള്ളത് കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ശരിക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട 2 പേർ, മായയും ജോക്കുവും, അവർ സിനിമയിൽ തുടക്കം കുറിക്കുന്നു. വലിയ സന്തോഷം. ജൂഡ് വളരെ അടുത്ത സുഹൃത്ത്. ഇതേതായാലും ഗംഭീരമാകുന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഭയങ്കരമായ ഒരു സ്വാർത്ഥതയും കൂടി ഇതിനകത്തുണ്ട്. ഈ സിനിമയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്ലഡ് ലൈനിൻ്റെ ഒക്കെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണ് മലയാളം സിനിമയിൽ എന്നുള്ളത് വലിയ സന്തോഷത്തിൻ്റെ ആണ് നിൽക്കുന്നത്. ഗംഭീരമാകട്ടെ. 7-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ആന്റണിക്ക് എല്ലാ ആശംസകളും, ജൂഡിന് എല്ലാ ആശംസകളും. ചേട്ടാ അതൊക്കെ പതുക്കെ പറയാം. നമസ്കാരം. എനിക്ക് ജിത്തു ചേട്ടനോടാണ് പറയുന്നത്. ജിത്തു ചേട്ടൻ പറഞ്ഞു 9 വർഷം മുമ്പ് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ലുക്ക് എനിക്ക് തന്നത്. അത് ഞാനവിടെ പടപടാന്ന് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അഭിനയിക്കണം ടെൻഷൻ ഇല്ലാത്ത പോലെ. കാരണം ഇത്രയും വലിയ എന്താ പറയുക, അഭിനയം എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത് പോലും നമുക്ക് സിനിമ ഇഷ്ടപ്പെടുത്തിയ ലാൽ സാറിൻ്റെ മകള് വരുന്ന ആദ്യ സിനിമ. അപ്പം അതിൽ ആ സിനിമയിൽ എന്ത് സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിലായിരിക്കും. അതിപ്പോഴും ഞാൻ അംഗീകരിക്കുന്നു. ഇതിന് എന്ത് സംഭവിച്ചാലും എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെ.
പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് ആദ്യ സിനിമയാണെന്നുള്ള യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെയാണ് മായ ചെയ്തത്. മായയിലും ആശിഷായാലും രണ്ടുപേരും, പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ പറയുകയാണെങ്കിൽ മനോജ് ചേട്ടനായാലും സായി ചേട്ടനായാലും ജാഫർക്ക് ഉണ്ട് ഇപ്പോഴത്തെ ഒരുപാട്. ഞങ്ങൾ ശരിക്കും ഒരു നൈറ്റ് ഷൂട്ടായിരുന്നു കൂടുതലും. പക്ഷെ ഞങ്ങൾ സായി ചേട്ടനും മനോജ് ചേട്ടനും ജാഫർക്കും ഞങ്ങൾക്ക് അവിടെ കോമഡി കളിച്ച്, മായ മാത്രം അവിടെ ഡയലോഗ് പറയാൻ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും. ഞങ്ങളൊക്കെ അവിടെ എൻജോയ് ചെയ്ത്. പക്ഷെ മായയുടെ മുമ്പിൽ നമ്മൾ ടെൻഷൻ ഇല്ലാത്തവരെ അഭിനയിക്കരുത്. പക്ഷെ ഭയങ്കര രസമാണ്. ചേച്ചി ഉണ്ടായിരുന്നു ഫുൾ ടൈം, ആൻറ്റിച്ചേട്ടനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നാം ആൻറ്റിച്ചേട്ടൻ ഒരു പടത്തിന്റെ കൂടെ ഷൂട്ടിങ്ങിന് വരുന്ന ഇത്രയും ദിവസം വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൻറ്റിച്ചേട്ടൻ അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ലൊക്കേഷനൊന്നും പോകാറില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് തമാശകൾ പറഞ്ഞിരിക്കാൻ പറഞ്ഞു. ഒരു ഫാമിലി ട്രിപ്പ് പോയാലോ. പിന്നെ ഒന്നാമത്തെ നമ്മുടെ ലൊക്കേഷൻ കുട്ടിക്കാനമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വെക്കേഷൻ പോകുന്നൊരു കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഒരുപാട് സംവിധായകരുണ്ട്. അത് കഴിവ് തെളിയിച്ച എത്രയോ പേരുണ്ട്. അത് പ്രത്യേകിച്ച് ലാൽ സാറിന്റെ പടങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. ആശീർവാദിന്റെ സിനിമകൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്തോ ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ നോക്കി വെച്ചിരുന്നത്. എനിക്കൊരു യോഗമായി ഞാൻ കാണുന്നു. കാരണം മായയെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഇന്നും അവരോട് പറഞ്ഞത്, അതായത് മായയ്ക്ക് ഒറ്റ ടെൻഷനേ ഉള്ളൂ, മലയാളം ഭാഷ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആർക്കും പഠിക്കാവുന്ന ഒരു ഭാഷയേ ഉള്ളൂ. മായയ്ക്ക് അറിയാം മലയാളം. പക്ഷെ മായ അതിൽ ഒരു കമാൻഡിങ് പവർ കിട്ടുവാണെങ്കിൽ മലയാള സിനിമ കണ്ട ഒരുപാട് നല്ല മികച്ച നടിമാരുടെ ലിസ്റ്റിൽ ടോപ്പ് ലിസ്റ്റിൽ വരാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് മായ. കാരണം ഞാൻ രണ്ട് വേഷനും കണ്ടിട്ടുണ്ട് മായയുടെ. മായ ഫസ്റ്റ് ഡേ ചെയ്യുന്നതും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ പടത്തിൽ തയ്യാറാകുമ്പോഴും. കാരണം കോൺഫിഡൻസ് കൂടുന്തോറും മായയുടെ പെർഫോമൻസ് ബെറ്ററാണ്. അതുകൂടാതെ മായ വന്ന് ആദ്യമൊന്നും മോണിറ്ററിലൊന്നും നോക്കില്ലായിരുന്നു. പിന്നെ അവസാനം കഴിയുമ്പോഴേക്കും മായ വന്ന് മോണിറ്ററിൽ നോക്കിയിട്ട് ചേട്ടാ ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പം അടുത്ത പടത്തിൽ മായ ഉറപ്പായിട്ടും ഇതിൽ ഗംഭീരമായിരിക്കും. ഇതിൽ മോശമെന്നല്ല, ഇതിൽ ഗംഭീരമാണ്. എന്നാലും അടുത്തതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എൻ്റെ ടെക്നീഷ്യന്മാരെ, വിഷ്ണു ആയാലും ജെയ്ക്സ് ആയാലും അഖിലായാലും ചമനായാലും, നമ്മൾ എല്ലാവരും ടീമായിരുന്നു. കാരണം നമുക്കൊരു നല്ല സിനിമ ചെയ്യണം. കാരണം ഇത് ഞങ്ങളെല്ലാം മോഹൻലാൽ ഫാൻസാണ്. അപ്പം ഞങ്ങൾക്ക് മോഹൻലാൽ സാറിൻ്റെ ഞങ്ങളുടെ സിനിമ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അതിൽ എനിക്ക് ശരിക്കും നിങ്ങൾ തളിരോമൽ എന്നുള്ള പാട്ടിൻ്റെ യഥാർത്ഥത്തിൽ അത് ഉണ്ടാവാനുള്ള റീസൺ പോലും ഞാനൊരു പാട്ടാണ് ഉദ്ദേശിച്ചത്. ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ട്. എല്ലാം ആ കുട്ടിയുടെ ഫാമിലി, നാട്. അപ്പോൾ ജെയ്ക്സിൻ്റെ ഒരു വാക്കിനാണ് എനിക്ക് അതിൽ കുറേ ഐഡിയ കിട്ടി. ജെയ്ക്സ് പറഞ്ഞു, അളിയാണ് മോഹൻലാൽ സാറിൻ്റെ മോളെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോളെ പോലെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടല്ലേ നമുക്ക് വേണ്ടത്. അപ്പോഴാണ് എനിക്ക് കുറേ വിഷ്വൽസ് വന്നത്. കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജെയ്ക്സിൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും ചമൻ്റെ ആയാലും അഖിലിൻ്റെ ആയാലും ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇൻപുട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ചേച്ചിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബിഗിനിങ് സ്റ്റേജിൽ കിട്ടിയത്. കാരണം ഈ സിനിമയുടെ തിരക്കഥയിൽ വളരെയധികം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ 2 പേരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അഞ്ചേട്ടൻ്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ണിസാറിനെ കഴിഞ്ഞ വിളിച്ചായിരുന്ന ഒരു കാര്യം ചോദിക്കാനുണ്ട്. അത് നിങ്ങളെ ഒരുപാട് പേരിൽ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. സാർ ചോദിച്ചു, ഈ സിനിമയിൽ ഒരു പട്ടിയുണ്ട്, അതിനെന്തെങ്കിലും പറ്റുമോ? കാരണം സാറിൻ്റെ മോൾക്ക് പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് താങ്ങാനുള്ള മനസ്സില്ല എന്ന് പറഞ്ഞു. ഇതിൽ പട്ടിക്കൊന്നും സംഭവിക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. അതിൻ്റെ റീസൺ പറയാം. മായ പ്രത്യേകം പറഞ്ഞു, ഞാൻ ഈ തിരക്കഥയിൽ ആദ്യം പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കാനൊരു പ്ലാൻ ഇട്ട് വെച്ചു. കാരണം ടോവിനോയുടെ നമ്മൾ 2000 കൊന്ന പോലെ കൊന്നിട്ട് ഒരു ചെറിയ സെന്റിമെന്റ്സ് ഒക്കെ പിടിച്ച് അങ്ങനെ പടം സൂപ്പർ ഹിറ്റ് അടിക്കാനുള്ള ഒരു പ്ലാൻ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പം മായ പറഞ്ഞു, ചേട്ടാ പട്ടിയൊന്നും ചെയ്യരുത്, പാവം പട്ടിയാണ്. സിനിമയിൽ പോലും ഒരു പട്ടിക്കൊന്നും സംഭവിക്കരുത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് മായ. അതുകൊണ്ട് പട്ടി സേഫാണ്. വേറെ ചില ആൾക്കാർക്ക് ചിലതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് സന്തോഷം. ഈ പടത്തിൽ വർക്ക് ചെയ്ത് ബിജിചേട്ടൻ ഇവിടെ ഉണ്ട്, വിനോദേട്ടനുണ്ട്. ഇങ്ങനെ ഈ പടത്തിൽ നമ്മുടെ ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള രാത്രികളിലായിരുന്നു ഷൂട്ട്. പക്ഷെ അതിൽ പ്രശ്നം തോന്നാതെ ബിജിചേട്ടൻ്റെ ടീമുമാണ് നമ്മുടെ പടത്തിന് കൂടെ കട്ടയ്ക്ക് നിന്നത്. ഒരുപാട് സന്തോഷം ബിജിചേട്ടൻ, ഒരുപാട് സന്തോഷം. പിന്നെ സൈലൻസ് ചേട്ടൻ 2012 വെള്ളത്തിലായിരുന്നു ജീവിച്ച ആ മനുഷ്യൻ. എൻ്റെ അസോസിയേറ്റ് ആണ് അദ്ദേഹം, ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ അസിസ്റ്റന്റ് പരുവത്തിലുണ്ട്. എൻ്റെ ഫുൾ ടീം ഇവിടെയുണ്ട്. എനിക്ക് എല്ലാവരോടും പേഴ്സണലി നന്ദി പറയണമെന്നുണ്ട്. അത് സിനിമ റിലീസ് ചെയ്ത് പറയാനിരിക്കുകയായിരുന്നു. എന്നാലും കണ്ട സ്ഥിതിക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിൽ ഒരുപാട് സന്തോഷം. ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ലാൽ സാർ പടം കാണുമ്പോൾ ലാൽ സാറിന് വേണ്ടി ഞാനൊരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. പടം കാണുമ്പോൾ ഒരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും
മീഡിയ സുഹൃത്തുക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും എല്ലാ എന്താ പറയുക സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി. ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നൊക്കെ എല്ലാവരും പറയും. അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ സിനിമയാണ്. നിങ്ങൾ ആരും ഒരു പ്രതീക്ഷയിലും വരരുത്. ഭയങ്കര സംഭവം പ്രതീക്ഷിക്കരുത്. ഒരു സാധാരണ ഒരു കുടുംബ ചിത്രം. അതിൽ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നു. അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ തോന്നുന്നു. അതിൽ ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആസ് എൻ ഓഡിയൻ എനിക്ക് ആ സിനിമയുടെ ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ തരിപ്പൊക്കെ കിട്ടി. അത് നിങ്ങൾക്ക് കിട്ടിയാൽ പടം എന്തായാലും ഓടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. ഈ ആൻസർ പറയുന്ന മുമ്പ് ഐഡ് ലൈക്ക് ടു സേ, ഇപ്പം എൻ്റെ 2 പിള്ളേരും സിനിമയിലാണ്. അവർ 2 പേരും വന്ന ബോത്ത് മൂവീസിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രണബ് സ്റ്റാർട്ടഡ് ഹിസ് മൂവി ആദിൻ്റെ അർത്ഥം ഇസ് ഓൾസോ ദ ബിഗിനിങ്. അതുപോലെ മായാസ് ഫിലിം തുടക്കം, which also means the beginning. 2 പേരുടെയും സിനിമാസ് were directed by 2 JJs, Jitu Joseph and Jude Anthony Joseph. പിന്നെ കുറച്ചും കൂടി സിമിലാരിറ്റീസ് ഉണ്ട്, but these are the 2 similarities that I found, really interesting. തുടക്കം, അതിൻ്റെ ടൈറ്റിൽ തന്നെ it means beginning, and every beginning carries with it hope, dreams, courage, and everything that you really want to happen. Appo ee oru beginning will not happen with just one person, right? Other than that, I wouldn't say that oru film is only the work of one person, because many hands and many hearts come together with one shared vision. So I take this time to congratulate the director, Jude, producer, Anthony, the writers, the technicians, the crew, the artists, and every single member of this crew. Thank you for making this happen for my daughter. Now, Maya is very lucky. She's very blessed, I would say, because oru family production house and which helped her realize her dream. അതുപോലെ ഞാൻ എന്നിട്ട് മയുടെ കൂടെ ലൊക്കേഷനിൽ I was with her എല്ലാ ദിവസം ആ സെറ്റിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ തന്നെ ആയിരുന്നു. സോ താങ്ക് യു എവറി വൺ ഫോർ മേക്കിംഗ് ദിസ്, ഫോർ മേക്കിംഗ് മായ വെരി കംഫർട്ടബിൾ. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, തുടക്കം is going to hit the screens on 7th. I hope the audience will embrace it with as much love with which it was made. And my prayers for this Tudakam is to be a beginning of something really beautiful. So to answer your question, yes, I feel very proud as a mother to see Maya realize her dreams and come alive on screen. Adupole thanne also for Ashish, because I've seen him grow. He's also like one of my children. So it's a very emotional moment for me. It gives me a lot of pride. Thank you. I'm so grateful to be here. I feel like this is the just off. Sorry, I'm okay. Okay, I'm going to speak in English because in Malayalam, if I think about my Malayalam, I'm going to get more nervous. But this was really a dream of mine. And the fact that it's actually come to life, I am so grateful. And it's been such a blessing. And like just looking around and seeing everyone who's been a part of this movie. Anijala, Juja, thank you so much. Sai Kumar, everybody, Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah, I don't know what else to say, but I hope you guys enjoy the movie. Thank you so much, dear. Thank you so much.
ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായനം നേരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇവരെന്താണ് പറയാൻ പോകുന്നത്? നിങ്ങളുടെ അതിൻ്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഇത്രയും ടെൻഷനിൽ ഒരു സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെന്റ് അല്ലേ? ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തെന്ന് പറയും, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ വഴക്കുണ്ടാക്കി ഇടിയുണ്ടാ പോലീസ് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊണ്ടു. ഒരു കാലത്തിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്ന കാര്യം, എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് തരുന്നു. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് ജു. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര രസമായിട്ട്, കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ. ഒരു എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ നമ്മൾ ഡബ് ചെയ്യുന്ന ഭാഗം മാത്രമേ കണ്ടുള്ളൂ, പിന്നെ കുറച്ച് കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ. എനിക്കും ജൂഡ് പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും പറയണ്ട, ഒരു സാധാരണ സിനിമയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പം എൻ്റെ സുചി പറഞ്ഞു, തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്ന ഒരു ബിഗിനിങ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്, അതൊരു ബിഗിനിങ് ആണ്. കഥകളി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ തിര മാറ്റി, തിരശീല മാറ്റി വരുന്നത്, അതൊരു തിരശീല എന്ന് പറയുന്ന ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പം ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണ് വിസ്മയം എന്ന് പറയുന്നത്. വിസ്മയം എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഒരു അങ്ങനെ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല, അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാനുണ്ട്. പിന്നെ ജോക്കു, ഈസ് ലൈക്ക് മൈ സൺ അല്ലേ, എൻ്റെ മോൻ്റെ. അപ്പം എൻ്റെ മോൻ്റെ എൻ്റെ മകളുടെയും സിനിമയും അങ്ങനെ തന്നെ ഞാൻ പറയാം, പൂന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അപ്പം എൻ്റെ ഒരു മകളുടെയും സിനിമയും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ സായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ? പക്ഷെ സായിയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. പലർക്കും അറിയില്ലായിരിക്കും, മെഴുതീർ പൂക്കൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഓരോരുത്തരെ ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ ലൊക്കേഷനുണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു, അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച മിസ്റ്റർ ആൻ്റണി പെരുമ്പാവൂരിന് സ്പെഷ്യൽ നന്ദി തരാം. ആൻ്റണി അങ്ങനെയാണ്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആൻ്റണി എൻ്റെ കൂടെ 39 വർഷമായി. അപ്പോൾ ആ 39 വർഷം കൊണ്ട് സിനിമ എന്താണെന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ആൻ്റണി എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു ആൻ്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാർക്കും അങ്ങനെ ആൻ്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണമില്ല.
ദേഷ്യം തോന്നിയാലും ആന്റണിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ട്രെയിലർ കാണാം, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണാം. വൺസ് അഗൈൻ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പലർക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മൂമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ വളരെ കൊച്ചിലെ കാലം മുതലേ കാണും നമ്മുടെ വീട്ടിൽ. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഒരു പുള്ളിക്ക് പോകുന്ന ഒരു വൈകാരിക നിമിഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ ആരും അഭിനയിക്കാൻ തുടങ്ങിയില്ല, ഞാനാണ് തുടങ്ങിയത്. അപ്പം ആ ഒരു ലെഗസിയിലേക്ക് വീണ്ടും അല്ലേ അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ വലിയ കാര്യം. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങളാണ് ഇത് നോക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. നിങ്ങളുടെ ഒരു കൈകളിലേക്കാണ് വരുന്നത് കൂടെയുള്ള എല്ലാവരും. അപ്പോൾ ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരോടും ഞാൻ എന്താ പറയേണ്ട, ഒരു സ്നേഹം പറയുന്നു. നന്ദി എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ വലിയ വാക്കുകളാണ്, അത് പറയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നല്ല ഒരു ഈവനിങ് ആയി മാറട്ടെ. താങ്ക് യു സുചി ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മായ. ശാന്തി ആന്റണിയുടെ വൈഫ് ശാന്തി ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോക്കു വാസ് വെരി ഹെൽപ്ഫുൾ. ആന്റണിയുടെ മോളുണ്ടായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി എന്തിനാ മെസ്സി എന്നുള്ള ആ ഡോഗിനെ പോലും ഞാൻ ഇപ്പം ആലോചിക്കുന്നു. അതുപോലും അത്രയും നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം എന്നുള്ളൊരു സിനിമ ഈശ്വരൻ്റെ കൃപയാൽ വലിയൊരു സക്സസ്ഫുൾ ഫിലിം ആകട്ടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അതിനുള്ള ഒരു കാതൽ, അതിനുള്ളൊരു എന്താ പറയണ്ട, ഒരു ആത്മാർത്ഥത, അതിനുള്ളൊരു ജോലി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാനടക്കം. താങ്ക് യു. വെരി ഗുഡ് ഈവനിങ് ടു എവരിവൺ. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ബിക്കോസ് അത്രമാത്രം സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നു. ബിക്കോസ് ടുഡേ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ്. പിന്നെ തുടക്കത്തിൽ നിന്ന് എല്ലാവരും വീണ്ടും കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷം ഉണ്ടായി. ബിക്കോസ് ഐ റിയലി മിസ്ഡ് യു ഗൈസ്. മാച്ചസിനെ പറ്റി പറയുമ്പോൾ ഐ ഹവ് നോൺ ഹർ സിൻസ് ഐ വാസ് എ കിഡ്. പക്ഷേ കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ തുടക്കം കാരണം എനിക്ക് ചേച്ചിയിലൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. I was able to get to know her more and understand her and also actually learn from her, because she's such an amazing person, and not just as an actor but also as a human being. And please stay the same and never change. Uncle, Sujanti, Appa, this wouldn't have been possible without you guys. I love you guys so much. And I enjoyed it. Because I'm really grateful. I don't know how to thank you. I'm really happy you guys are here for this beautiful moment. And nothing much to say. My ചേച്ചിക്കും തുടക്കത്തിലുള്ള എല്ലാവർക്കും വേണ്ടി I'm requesting everybody's prayers and blessings. I hope you guys love the movie. Thank you.